നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഹാമാരിയിലും നിറം മങ്ങാതെ മലയാളി ഓണം ആഘോഷിച്ചു. സമൃദ്ധിയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തി തിരുവോണം. കുറഞ്ഞ പലിശയിൽ വായ്പ വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ്. ലക്ഷങ്ങൾ തട്ടിയെടുത്ത് ആഡംബര ജീവിതം നയിച്ച സംഘത്തെ കുടുക്കിയത് ബാംഗ്ലൂരിൽ നിന്ന്. സംഘത്തിന്റെ വലയിൽ വീണ് തട്ടിപ്പിനിരായത് നിരവധി ആളുകൾ. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് സ്പീക്കർ MP രാജേഷ്. മലബാർ കലാപ വാർഷിക അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായി. സംസ്ഥാന ലൈബ്രറി കൗൺസിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കോവിഡ് കേസുകളിൽ കുറവ്. പ്രതിദിന പരിശോധനയുടെയും രോഗികളുടെയും എണ്ണവും കുറഞ്ഞു. 17,106 പേർക്ക് രോഗം. TPR 17.73% ഉയർന്നു. വിശദമായ വാർത്തകളിലേക്ക്. സമൃദ്ധിയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തി മലയാളി തിരുവോണം ആഘോഷിക്കുന്നു. അത്തം മുതൽ 10 നാൾ നീളുന്ന ഓണാഘോഷത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഓണാഘോഷം ചതയം വരെ നീണ്ടുനിൽക്കും. ഓണപ്പാട്ടും ഓണക്കാഴ്ചകളും ഓണക്കളിയും ഓണസദ്യയുമായി മലയാളി ഈ ദിനം അവസ്മരണീയമാക്കുന്നു. മനുഷ്യരെല്ലാവരും ഒന്നായി കഴിഞ്ഞിരുന്ന മഹാബലി കാലത്തിന്റെ ഗൃഹാതുര സ്മരണകളുമായി മഹാബലി പ്രജകളെ കാണാൻ ചിങ്ങത്തിലെ തിരുവോണം നാളിൽ വന്നെത്തുന്നു എന്നതാണ് തിരുവോണത്തിന്റെ പ്രാധാന്യവും ഐതിഹ്യവും. ചിങ്ങത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ ആഘോഷിക്കപ്പെടുന്നു. തുടർന്ന് ചതയം നാൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് മലയാളിയുടെ ഓണാഘോഷം. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരുത്താൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നതെന്നും ഐതിഹ്യമുണ്ട്. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി ഓണപ്പൂക്കളം ഒരുക്കും. പണ്ടുകാലങ്ങളിൽ തൊടികളിലും പറമ്പുകളിലും കുട്ടികൾ ഓടി നടന്നു പൂ പറിച്ചു പൂക്കളമിട്ടിരുന്നെങ്കിൽ കാലക്രമത്തിൽ പൂക്കളങ്ങൾ പുറം നാടുകളിൽ നിന്നെത്തുന്ന വൈദേശി പൂക്കളിലേക്ക് മാറി. തിരുവോണ ചടങ്ങുകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുന്നത്. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥത്തിൽ തൃക്കാൽക്കര പിന്നീട് തൃക്കാക്കര ആയെന്നാണ് ഐതിഹ്യം. പുരാതന കേരളത്തിന്റെ ആസ്ഥാന മണ്ണിൽ വാമനപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രവും തൃക്കാക്കരയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുന്ന ചടങ്ങും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. കുട്ടികൾക്ക് ധരിക്കാനായി വാങ്ങുന്ന ചെറിയ മുണ്ടിനെ ഓണമുണ്ട് എന്നും വിളിക്കുന്നു. സാധാരണയായി കൈത്തറിയിൽ കസവ് കരയോടുകൂടിയ ഒറ്റമുണ്ടായിരിക്കും ഇത്. തൃശൂർ ജില്ലയിലെ തെക്കൻ ഭാഗങ്ങളിൽ തിരുവോണ ദിവസം തൃക്കാക്കരയപ്പനെ ഒരുക്കുന്ന പതിവുണ്ട്. പാലക്കാട് പ്രദേശങ്ങളിൽ ഉത്രാടം നാളിൽ ഇത് ആരംഭിക്കും. മഹാബലിയെ വരവേൽക്കുന്നതിനായി വീട്ടുമുറ്റത്തോ ഇറയത്തോ ആണ് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത്. ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയാൻ നൽകേണ്ടിയിരുന്ന നിർബന്ധ പിരിവായിരുന്നു ഓണക്കാഴ്ച സമർപ്പണം. പണ്ടു മുതൽക്കേ വാഴക്കുലയായിരുന്നു പ്രധാന കാഴ്ച. കൂട്ടത്തിലേറ്റവും നല്ല കുലയായിരുന്നു കാഴ്ചക്കുലയായി നൽകിയിരുന്നതും. ഓണത്തിന്റെ പ്രധാന ആകർഷണം ഓണസദ്യയാണ്. കാളനും ഓലനും എരിശ്ശേരിയുമടക്കം ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ നിരക്കും. അവിയലും സാമ്പാറും കാലക്രമത്തിൽ വന്നു ചേർന്നു. 4 കൂട്ടം ഉപ്പിലിട്ടതാണ് സദ്യയുടെ കണക്ക്. കടുമാങ്ങ, നാരങ്ങ, ഇഞ്ചിപ്പുളി, ഇഞ്ചിത്തൈര്. പപ്പടം ഇടത്തരമായിരിക്കും. ഉപ്പേരി 4 വിധം: ചേന, പയർ, വഴുതനങ്ങ, പാവയ്ക്ക. ശർക്കര പുരട്ടിക്കു പുറമെ പഴം നുറുക്കും പഴവും പാലടയും പ്രഥമനും. വിളമ്പുന്നതിനും പ്രത്യേകതയുണ്ട്. നാക്കിലെ തന്നെ വേണം ഓണസദ്യക്ക്. ഉത്രാടമാണ് 1-ാം ഓണം. പിള്ളേരോണമെന്നും ഉത്രാടത്തിനറിയപ്പെടുന്നു. തിരുവോണം കഴിഞ്ഞാൽ 3-ാം ഓണം അവിട്ടം നാളിലാണ്. ചതയം നാളിലെ 4-ാം ഓണത്തോടെ ഓണാഘോഷത്തിന് പരിസമാപ്തിയാകും. മഹാമാരിക്കാലത്തും മലയാളി മനം നിറച്ച് ഓണമുണ്ണുകയാണ്. കോവിഡ് മഹാമാരി ഓണക്കാലത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും മാറ്റു കുറച്ചെങ്കിലും പ്രൗഢി ഒട്ടും കുറയ്ക്കാൻ മലയാളി തയ്യാറായിട്ടില്ല. നമുക്ക് ആഘോഷിക്കാം, ശരീരം കൊണ്ടകന്ന് മനസ്സുകൊണ്ടടുത്ത്. മനം നിറയെ ഓണം. കുറഞ്ഞ പലിശയിൽ ലോൺ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ കൈക്കലാക്കിയ സംഘത്തെ താനൂർ പോലീസ് പിടികൂടി. സംഘത്തിന്റെ വലയിൽ വീണത് നിരവധി പേർ. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന സംഘത്തെ അതിവിദഗ്ധമായി ബാംഗ്ലൂരിൽ വെച്ചാണ് താനൂർ പോലീസ് പിടികൂടിയത്. ബത്ലഹേം അസോസിയേറ്റ്സ് എന്ന വ്യാജ പേരിൽ കുറഞ്ഞ പലിശയിൽ ലോൺ നൽകാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൈക്കലാക്കിയ 4 അംഗ സംഘത്തെ താനൂർ DYSP MI ഷാജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി. കോട്ടയം വേലൂർ പാലമറ്റം ഹൗസിൽ മുത്തു സരുൺ, മലപ്പുറം പാണ്ടിക്കാട് കോളപ്പറമ്പ് പുത്തിലെത്തുമാടം ഹൗസിൽ രാഹുൽ, പത്തനംതിട്ട റാന്നി കാഞ്ഞിരത്തിമലയിൽ ജിബിൻ, വിരുദ്ധനഗർ സ്വദേശി കാളിയമ്മൻ കോവിൽ സ്ട്രീറ്റിൽ വീരകുമാർ എന്നിവരെയാണ് പോലീസ് സംഘം പിടികൂടിയത്.
IT പ്രൊഫഷണലുകളായ സംഘം മൊബൈൽ വഴി പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പരസ്യം കണ്ട് സംഘത്തെ ബന്ധപ്പെടുന്ന ഇടപാടുകാരെ ലോൺ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിക്കും. ഇടപാടുകാരിൽ വിശ്വാസമുണ്ടാക്കിയെടുത്ത ശേഷമാണ് ഇവരുടെ തട്ടിപ്പ് തുടങ്ങുന്നത്. ലോൺ ശരിയാക്കുന്നതിന് ആവശ്യമായ മുദ്രപത്രത്തിനും പണം ആവശ്യപ്പെടും. പണം ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് എത്തുന്നതോടെ ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യും. പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ കഴിയില്ല. വലിയ തുകയുടെ ലോൺ ശരിയാക്കുന്നതിന് ലക്ഷങ്ങളാണ് ഇവർ കൈക്കലാക്കുന്നത്. നിരവധി പേർ സംഘത്തിന്റെ വലയിലായതായി പോലീസ് പറഞ്ഞു. ആൾക്കാരുടെ എല്ലാം മൊബൈൽ ഫോൺ ബൾക്കായിട്ട് കളക്ട് ചെയ്ത് ഒന്നുകിൽ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് മെസ്സേജ് അയക്കും. ലോൺ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക, ബിസിനസ് ആവശ്യത്തിന് ലോൺ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ലോൺ ഞങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കമ്മീഷൻ വ്യവസ്ഥയിൽ ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കും. അല്ലെങ്കിൽ ഓൺലൈനിൽ പരസ്യം കൊടുക്കും. ഈ പരസ്യം കൊടുക്കുമ്പോൾ ബേത്ലഹേം അസോസിയേറ്റ്സ് എന്ന പേരിലാണ് ഇവർ ലോൺ അപേക്ഷ ക്ഷണിക്കുന്നത്. ലോണിൻ്റെ അപേക്ഷാ ഫീസായിട്ട് ആദ്യം ആപ്ലിക്കേഷൻ ഫോം പൈസ മേടിക്കും. അത് കഴിഞ്ഞിട്ട് മുദ്രപത്രത്തിന് പൈസ മേടിക്കും. പിന്നെ പ്രോസസ്സിംഗ് ഫീസ്, വേറെ പല വക്കീൽ ഫീസ്, കമ്പനിയുടെ വേറെ പലതരത്തിലുള്ള ഫീസുകളെന്ന് പറഞ്ഞിട്ട് നല്ലൊരു സംഖ്യ കക്ഷികളിൽ നിന്ന് ഈടാക്കും. ഫോണിൽ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യിപ്പിക്കും. ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സംഖ്യ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും. പിന്നെ ഈ കസ്റ്റമർ വിളിച്ചാൽ എടുക്കുകയില്ല, അതിലേക്ക് മറുപടിയും കിട്ടില്ല. കസ്റ്റമർ എവിടെയുള്ള ആളാണെന്ന് ഒരിക്കലും ഇവർക്ക് അറിയാൻ പറ്റില്ല. ഇവരെവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത് കസ്റ്റമർക്കും അറിയാൻ കഴിയില്ല. ഞങ്ങളുടെ ഈ കേസിൽ താനൂർ സ്വദേശിയായ പരാതിക്കാരൻ 8,61,500 രൂപ ഇവർക്ക് അയച്ചു കൊടുത്തു. അയാൾക്ക് 1.5 കോടി രൂപയുടെ ലോൺ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഖ്യ ഇവർ ആവശ്യപ്പെട്ടത്. അതായത് 25,000 രൂപയുടെ 27 മുദ്രപത്രം വേണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ മുദ്രപത്രം മേടിച്ച് കൊടുക്കാനായിട്ട് ഈ കസ്റ്റമറോട് ഇവർ തന്നെ ആവശ്യപ്പെട്ടു. അപ്പോൾ മുദ്രപത്രം അന്വേഷിച്ച് നടന്നിട്ട് അത് കിട്ടിയില്ല. അത് ഇവരോട് പറഞ്ഞപ്പോൾ അതിനുള്ള പണം നിങ്ങൾ ചെന്നാൽ ഞങ്ങൾ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അത് അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഖ്യ ഇവരുടെ നിന്ന് ഇവർ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന ഇവരിൽ നിന്ന് 16 ATM കാർഡുകൾ, 15 മൊബൈൽ ഫോണുകൾ, വിവിധ ബാങ്കുകളുടെ പാസ്ബുക്ക് എന്നിവയും കണ്ടെടുത്തു. വ്യാജരേഖകൾ സമർപ്പിച്ചാണ് പ്രതികൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന ജോഗർ എന്ന ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ പലതരത്തിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളികളാണ് വിളിക്കുന്നതെങ്കിൽ ഇതിൽ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാൾ മറുപടി പറയും. തമിഴ്നാട്ടുകാരെങ്കിലുമാണ് വിളിക്കുന്നതെങ്കിൽ വീരമണി മറുപടി പറയും. ഇവർ എവിടെ നിന്നാണ് വിളിക്കുന്നത്, എവിടെയാണ് അക്കൗണ്ട്, ഇവരെന്താണ് ബിസിനസ്, ഈ വിളിക്കുന്നവരാരും അന്വേഷിക്കാറില്ല. ഞങ്ങളിപ്പോൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 13-ാം തീയതിക്ക് ശേഷം മാത്രം 18 ലക്ഷത്തോളം രൂപ ഈ അക്കൗണ്ടിൽ കൂടെ അവർ പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കേസിൽപ്പെട്ടവർ 8.25 ലക്ഷം രൂപയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 1 കോടിക്ക് മേൽ വില വരുന്നതാണ് ജാഗ്വാർ കാർ. ആ കാറിലാണ് ഇവരുടെ സഞ്ചാരവും മറ്റു കാര്യങ്ങളൊക്കെ. വിരുദനഗറിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്നാണ് അവരെ പിടിക്കുന്നത്. വിരുദനഗറിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് അവരെ പിടിക്കുന്നത്. യാത്ര ചെയ്യുന്നത് ഈ ജാഗ്വാർ കാറിലാണ്. ഈ കാറ് ഈ സരുൺ എന്ന ആളിൻ്റെ പേരിലുള്ളതാണ്. മധുരക്കാരൻ്റെ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാറാണത്. ആഡംബര ജീവിതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുത്തൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരുത്തനാണ് ഈ സരുൺ. MBA മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനാണ്. IT വീരകുമാർ IT മേഖലയിൽ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളതാണ്. പോലീസ് സംഘത്തിൽ താനൂർ SI ശ്രീജിത്ത്, രാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിനീഷ്, പ്രകാശ്, രാജേഷ് എന്നിവരും മലപ്പുറം സൈബർ സെല്ലിലെ പോലീസുകാരും സംഘത്തിലുണ്ടായിരുന്നു. പൂക്കളമൊരുക്കി കോവിഡിനെതിരെ പ്രതിരോധ സന്ദേശവുമായി തവനൂരിലെ ഓണാഘോഷം. വീടുകളിൽ ഇത്തവണത്തെ ഓണാഘോഷമാണ് പൂക്കളത്തിലൂടെ സന്ദേശം കൈമാറിയത്. തവനൂർ പഞ്ചായത്തിന്റെയും തൃക്കണാപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കരുതലോണം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സുരക്ഷിതമായി വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുന്നതിനും കോവിഡ് പ്രതിരോധ പരിപാടികളിലും ഏവരെയും പങ്കാളിയാക്കുന്നതിനും വേണ്ടിയാണ് തവനൂരിൽ കോവിഡ് പ്രതിരോധ സന്ദേശ പൂക്കള മത്സര പരിപാടി സംഘടിപ്പിച്ചത്. കരുതലോണം എന്ന പേരിൽ തവനൂർ പഞ്ചായത്തിന്റെയും തൃക്കണാപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു വ്യത്യസ്ത ഓണാഘോഷം. വിവിധ പൂക്കളങ്ങളിൽ മാസ്ക് ധരിച്ച മാവേലി, കൈകൾ അണുനശീകരണം, വാക്സിനേഷൻ, ജനകീയമായ പ്രതിരോധം തുടങ്ങി വിവിധ പ്രതിരോധ സന്ദേശങ്ങളാണ് പൂക്കളങ്ങളായി വിരിഞ്ഞത്. പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ കോവിഡ് പ്രതിരോധ സന്ദേശത്തിന്റെ പൂക്കളം ഇട്ടത്. സുരക്ഷിതമായി വീട്ടിലിരിക്കുക എന്ന ഉദ്ദേശത്തോടും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോവിഡ് പ്രതിരോധ പൂക്കളം സംഘടിപ്പിക്കാൻ തവനൂർ ഗ്രാമപഞ്ചായത്തും തവനൂർ CSC തൃക്കണാപുരം സംയുക്തമായി നടപ്പിലാക്കിയത്. വിവിധ വീടുകളിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മത്സരത്തിൽ പങ്കാളികളായി. മികച്ച സന്ദേശ പൂക്കളങ്ങൾക്ക് സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. സംസ്ഥാനത്താകെ 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുണ്ട്. വരും മണിക്കൂറുകളിൽ കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ആഴ്ച കേരളത്തിലെ വിവിധ ജില്ലകളിൽ നൽകിയിരുന്ന കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുമുണ്ട്. വരുന്ന 5 ദിവസം കേരളത്തിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുള്ളൂവെന്നാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. അതേസമയം തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ ശക്തമായ കാറ്റിന് ഇടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ആ ഇടങ്ങൾ ഒഴിവാക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അൽ അമീൻ സാധു സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണക്കോടി വിതരണം ചെയ്തു. തിരുപ്പഴംകുളങ്ങര പ്രദേശത്ത് 100ഓളം സഹോദരിമാർക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത്. MLA കുറുക്കോളി മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരുപ്പഴംകുളങ്ങര കേന്ദ്രമാക്കി സാമൂഹ്യ സേവന രംഗത്ത് നിസ്വാർത്ഥ സേവനങ്ങൾ ചെയ്യുന്ന അൽ അമീൻ സാധു സംരക്ഷണ കമ്മിറ്റിയാണ് ഓണാഘോഷം പ്രമാണിച്ച് പ്രദേശത്ത് 100ഓളം സഹോദരിമാർക്ക് ഓണക്കോടി വിതരണം ചെയ്തത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 2 കേന്ദ്രങ്ങളിലായാണ് വിതരണം നടത്തിയത്. വലിയ പറമ്പൽ അമ്മാളുവിന്റെ വീട്ടിൽ നടത്തിയ ചടങ്ങിൽ MLA കുറുക്കോളി മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മഹാരോഗത്തിൻ്റെ ഇടയിലാണ് ഈ വർഷത്തെ ഓണം നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് ഈ കാർഷികോത്സവം നമുക്ക് നൽകുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ച് ഈ കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ശരീരങ്ങൾ അകന്നാണ് നിൽക്കേണ്ടതെങ്കിലും നമ്മുടെ മനസ്സുകളെ ചേർത്ത് പിടിച്ച് ഐക്യത്തിലും സ്നേഹത്തിലും ഈ ഓണം ആഘോഷിക്കുവാൻ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. തച്ചനാട്ട് ബാലചന്ദ്രന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ വെട്ടം ആലിക്കോയം വിതരണോദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യൻ ഒന്നാണെന്ന ബോധം മനുഷ്യഹൃദയങ്ങളിൽ യഥാർത്ഥത്തിൽ സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ഓണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓണത്തിനൊരുങ്ങുമ്പോൾ കേരളമാകെ ഒരുങ്ങുന്നു മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു കണക്ക് പുസ്തകമായി ഓണം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഓണമെന്നത്. അങ്ങനെയുള്ള ഒരു ചടങ്ങിൽ അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. തിരൂരിലെ ട്രോമ കെയർ യൂണിറ്റിലെ വനിതാംഗങ്ങൾക്കും അൽ അമീൻ കമ്മിറ്റി ഓണക്കോടി വിതരണം ചെയ്തു. കെ പോക്ര ഹാജി, പുളിക്കൽ ഹംസ, കെ മുഹമ്മദ് കുട്ടി എന്ന ഷാഫി, പി അർമുട്ടി, കൗൺസിലർ IP സീനത്ത, മനാഫ് പൂന്തല, N സക്രിയ, കേടത്തിൽ ജവാദ്, പി സമീർ ബാബു, കെ ഫാറൂഖ്, ടി സൈനുദ്ദീൻ, ഫാസിൽ, ഹനീഫ, അബ്ദു, അലി, IP ഉസ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ പരിപാടികളോടെ പ്രസ് ക്ലബ്ബ് തിരൂർ പ്രസ് ഓണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രസ് ക്ലബ്ബ് തിരൂർ വിവിധ പരിപാടികളോടെ പ്രസ് ഓണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. മഹാമാരിയുടെ കാലത്ത് നമുക്ക് ആഘോഷിക്കാൻ ലഭിച്ച അവസരം വന്നിരിക്കുന്ന ഈ ഓണം പങ്കത്തിൽ നിന്ന് ചെന്താമര എന്ന് പറഞ്ഞതുപോലെ ഈ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ വിജയത്തിൻ്റെ ഒരു മാറ്റം, വിജയത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം നമുക്ക് വേണ്ടതുണ്ട്. മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. അതിന് നാം എല്ലാവരും ഐക്യപ്പെട്ട് സ്നേഹം വളർത്തി ധർമ്മവും ആവശ്യത്തിന് നമ്മുടെ ആവശ്യമായ എല്ലാ നർമ്മങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി ആഘോഷം, ഈ ഓണാഘോഷം നമുക്ക് നടത്തി മുന്നോട്ട് പോകണം. തുടർന്ന് ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ അംഗങ്ങൾക്ക് നൽകുന്ന ഓണോപഹാരം MLA കൈമാറി. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി മാവേലിയും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് PK രതീഷ് അധ്യക്ഷനായിരുന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രദീപ് അയ്യോളി, സെക്രട്ടറി AP ഷെഫീഖ്, ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി അബ്ദുൽ ഖാദർ, ബഷീർ പുത്തൻവീട്ടിൽ, KP റഹ്മത്തുള്ള, P മനോഹരൻ, KK റസാഖ് ഹാജി, ഖാദർ മാസ്റ്റർ, സുബൈർ കല്ലൻ, ദിനേശ് തിരൂർ, അഫ്സൽ കേപ്പുരം, NM സുഹൈൽ, യാസീൻ എന്നിവർ സംസാരിച്ചു. പൂക്കളമൊരുക്കലും തുടർന്ന് ഓണസദ്യയും ഒരുക്കി. തുടർന്ന് വ്യത്യസ്തമായ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഫോട്ടോ അടിക്കുറിപ്പ് മത്സരം, വിദ്യാർത്ഥികൾക്കായി വീഡിയോ പ്രസന്റേഷൻ തുടങ്ങിയ വിവിധ പരിപാടികളും പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 112ന്റെ ചുറുചുറുക്കുമായി നിൽക്കുന്ന ചെറുമുക്കിലെ VP അമ്മച്ചിയെ ഓണപ്പടവ നൽകി ആദരിച്ചു. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ P അൻവർ സാദത്ത് ഓണപ്പടവ നൽകി. പ്രായം 110 കഴിഞ്ഞെങ്കിലും അമ്മച്ചിക്ക് വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല.
പ്രായം 112 കഴിഞ്ഞ ചെറുമുക്ക ചോളാഞ്ചേരി താഴത്തെ പരേതനായ വടക്കുംപറമ്പിൽ കുഞ്ഞിക്കോരന്റെ ഭാര്യ VP അമ്മച്ചിയെയാണ് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ P അൻവർ സാദത്ത് ഓണപ്പുടവ നൽകി ആദരിച്ചത്. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് VP ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇതുപോലെ അമ്മച്ചിയെ കൂട്ടായ്മ ഭാരവാഹികൾ ആദരിച്ചിരുന്നു. പ്രായം 110 കഴിഞ്ഞെങ്കിലും അമ്മച്ചിക്ക് വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വെഞ്ചാലിപ്പാടത്ത് മണ്ണിനെയും കൃഷിയെയും ഏറെ സ്നേഹിച്ചിരുന്ന അമ്മച്ചിയുടെ ജീവിതം നാട്ടിലെ ഏവർക്കും മാതൃകയാണ്. ഈ വർഷവും അമ്മച്ചിയുടെ ഓണാഘോഷം കൂട്ടായ്മക്കൊപ്പമാണ്. 10 വർഷത്തോളമായി അയൽവാസിയായ പച്ചായി ഇസ്മായിലിന്റെ കുടുംബത്തോടൊപ്പം പകൽ മുഴുവൻ ചെലവഴിക്കുന്നു. കാഴ്ചയ്ക്ക് ഇന്നും ഒരു കുറവും ഇല്ലാത്ത അമ്മച്ചിക്ക് നടക്കാനും പ്രയാസമൊന്നുമില്ല. കുട്ടിക്കാലം മുതൽ കൃഷിയോടായിരുന്നു അമ്മച്ചിക്ക് പ്രിയം. ഞാർനടൽ, കൊയ്ത്ത്, പണ്ട് കാലത്ത് നെല്ല് തലയിൽ ചുമന്ന ജീവിതം തള്ളി നീക്കിയ അമ്മച്ചി ഇന്നും ചുറുചുറുക്കോടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മച്ചി നടക്കുകയും സംസാരിക്കുകയും ചെയ്യും. പണ്ട് കാലത്തെ ഓണം അമ്മച്ചിക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. എന്നാലും വീട്ടിലെ കാര്യങ്ങൾ എല്ലാം തുറന്നു പറയുകയും കാര്യങ്ങൾ മനസ്സിലാക്കി തരുകയും ചെയ്യും. 4 ആൺമക്കളും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് അമ്മച്ചിയുടേത്. ഭർത്താവ് 32 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ ഇളയ മകന്റെ കൂടെ തറവാട്ട് സ്വത്തിലാണ് താമസം. ഈ വർഷത്തെ ആദരിക്കൽ ചടങ്ങിൽ കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക, കാമ്പ്ര ഹനീഫ ഹാജി, EP സൈദലവി, തലാപ്പിൽ യൂസഫ്, PK ഇസ്മായിൽ, K റഹൂഫ്, KK അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് നമ്മുടെ ഈ അമ്മച്ചി എന്ന് പറയുമ്പോഴേ ചെറുമുക്കിലെ തന്നെ അല്ലെങ്കിൽ ഈ സമീപപ്രദേശത്ത് തന്നെ ഏറ്റവും പ്രായം ചെന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് തലമുറകൾ കണ്ട വ്യക്തിയാണ്. ഈ വ്യക്തിയെ നമ്മുടെ ഈ നാട്ടിൽ ശുശ്രൂഷിക്കുന്നത് ഞങ്ങളുടെ തന്നെ പ്രവർത്തകനായ പച്ചായി ഇസ്മായിൽ സാഹിബാണ്. അദ്ദേഹത്തെ ഈ വേളയിൽ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുപാട് അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരെ മുന്നിൽ കൊണ്ടുവരാനും ആ ജനങ്ങളിലേക്ക് എത്തിക്കാനും എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നാട്ടുകാര്യം കൂട്ടായ്മ. തിരൂർ നഗരസഭ 21-ാം വാർഡ് മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ ML ഉദ്ഘാടനം ചെയ്തു. ആകാശ് ശ്രേഷ്ഠ പുരസ്കാർ ജേതാവ് ആയിഷ അരീന പൈരിശ്ശേരിയെയും 2020-21 +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് തിരൂർ നഗരസഭ 21-ാം വാർഡ് മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. കുറുക്കോളി മൊയ്തീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളോടായി എനിക്ക് ഈ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പറയാനുള്ളത്, കുട്ടികളെ നിങ്ങൾ ഈ പഠിച്ചു വരാൻ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് ചിലവുണ്ട്, നാട്ടുകാർക്ക് ചിലവുണ്ട്. ഈ അനുമോദനങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സന്നദ്ധ സംഘടനകൾ, മുസ്ലിം ലീഗ് പാർട്ടി ഒക്കെ മുന്നോട്ട് വരികയാണ്. മാത്രമല്ല നമ്മൾ ഈ പഠിക്കാൻ പൊതുപണമാണ് ഉപയോഗിക്കുന്നത്, നികുതി പണം. അത് ഇവിടുത്തെ സാധാരണക്കാരായ പാവങ്ങളായ ആളുകളൊക്കെ കൊടുക്കുന്ന നികുതി പണമാണ്. അവരുടെ ഒരു ചെലവിലാണ് നമ്മൾ ഈ പഠിച്ചു വളർന്നത്. അവർക്കൊക്കെ പലതും തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. തിരിച്ചു കൊടുക്കേണ്ടത് എന്താ? പണക്കിഴിയല്ല, എന്തെങ്കിലും പൈസ അല്ല, മറ്റൊന്നും സഹായങ്ങളല്ല അവർ പ്രതീക്ഷിക്കുന്നത്. നാട് ഒന്നിച്ച് പ്രതീക്ഷിക്കുന്നത്, സമുദായം പ്രതീക്ഷിക്കുന്നത് സംസ്കാര സമ്പന്നരായ, വിദ്യാസമ്പന്നരായ, നാടിനെ അറിയുന്ന, ചരിത്രബോധമുള്ള, അള്ളാഹുവിനെ അറിയുന്ന, ദൈവത്തെ സൃഷ്ടാവിനെ അറിയുന്ന ഒരു വലിയ തലമുറയെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് സാധ്യമാക്കാൻ സാധിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. വെട്ടമാലിക്കോയ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിൽ പോക്കർ ഹാജി, പുളിക്കൽ ഹംസ, അബുദാബി KMCC മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി K മുഹമ്മദ് കുട്ടി എന്ന ഷാഫി, P എറമുട്ടി, T സൈനുദ്ദീൻ എന്ന ഏനി, P ഫാസിൽ, K ഫാറൂഖ്, P സമീർ ബാബു, കൗൺസിലർ IP സീനത്ത്, മനാഫ് പൂന്തല, കേരളത്തിൽ ജവാദ്, K അബ്ദുറഹ്മാൻ, K അലി, P ഹനീഫ, സക്കരിയ അബ്ദുറഹ്മാൻ, ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് സ്പീക്കർ MP രാജേഷ്. മലബാർ കലാപ വാർഷികാനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായി സംസ്ഥാന ലൈബ്രറി കൗൺസിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിത്വ ചൂഷണത്തിനുമെതിരെ നടന്ന ജനകീയ മുന്നേറ്റത്തെ മാപ്പിള ലഹളയാക്കി ചിത്രീകരിക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കാനുമുള്ള ആസൂത്രിത നീക്കം നടക്കുന്നതായി സ്പീക്കർ MP രാജേഷ് പറഞ്ഞു. ഈ നീക്കം പൊതുസമൂഹം തിരിച്ചറിയണം. മലബാർ കലാപത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂരങ്ങാടി PSMO കോളേജ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയെ ചരിത്രം വസ്തുനിഷ്ഠമായി പഠിപ്പിക്കുന്നതിന് ചരിത്ര വായനകൾ അനിവാര്യമാണ്.
നിറം പിടിപ്പിച്ച കഥകളിലൂടെ കള്ളം പ്രചരിപ്പിക്കാനും ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനും വക്രീകരിക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ സജീവമായ കാലമാണിത്. അതിനാൽ ചരിത്ര വസ്തുതകൾ മനസ്സിലാക്കി പൊതുസമൂഹം മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണം. മാപ്പിള ലഹളയല്ല, കാർഷിക സമരമാണുണ്ടായതെന്നതിന് ചരിത്ര വസ്തുതകൾ തെളിവാണെന്നും രാജേഷ് പറഞ്ഞു. ഉള്ളടക്കം വർഗപരമാണ്. കർഷക കലാപം എന്ന വർഗപരമായ ഉള്ളടക്കമാണുള്ളത്. അത് ലക്ഷ്യം വെച്ചത് ജന്മിമാരെയും ആ ജന്മിമാരുടെ രക്ഷാകർതൃത്വം ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കോളനി വാഴ്ചയെയുമാണ്. അതിനെതിരായിട്ടുള്ളതാണ്. ഇതാണ് വസ്തുത. മലബാർ കലാപത്തെ ഹിന്ദു വിരുദ്ധ കലാപമായി ചിത്രീകരിക്കാനും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് താല്പര്യമുള്ള വിധത്തിൽ അവതരിപ്പിക്കാനും ശ്രമിക്കുന്നത് അപകടകരമാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. ഡോക്ടർ KT ജലീൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. PSMO കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ PP അബ്ദുൾ റസാഖ്, തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗങ്ങളായ N പ്രമോദ് ദാസ്, അജിത് കൊളാടി, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് A ശിവദാസൻ, തിരൂരങ്ങാടി നഗരസഭാ കൗൺസിലർ CP ഹബീബ തുടങ്ങിയവരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. മുന്നേറ്റത്തെ അതിൻ്റെ സമഗ്രതയിൽ വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ ശരിയായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ തെറ്റുകളെ, അതിലുണ്ടായ പാളിച്ചകളെ തള്ളിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ശരിയായ ചരിത്ര വായന വളരെ പ്രധാനമാണ്. അത് ഇവിടെ തുടക്കം കുറിച്ച് ആയിരക്കണക്കിന് ജനസദസ്സുകളിലൂടെ കേരളത്തിലാകെ എത്തിക്കാൻ ലൈബ്രറി കൗൺസിലിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. MESന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ 3 ദിവസമായി നടത്തിവരുന്ന വാക്സിനേഷൻ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം പൊന്നാനിയിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ നിർവഹിച്ചു. MES സംസ്ഥാന തലത്തിൽ 3 ദിവസങ്ങളായി നടത്തിവരുന്ന വാക്സിനേഷൻ ക്യാമ്പിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയും യൂത്ത് വിംഗും നടത്തുന്ന 5000 മെഗാ വാക്സിനേഷൻ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം പൊന്നാനിയിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ നിർവഹിച്ചു. MES സെൻട്രൽ സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ P രാമൻകുട്ടി നിർവഹിച്ചു. ജനസേവനത്തിന്റെ ഒരു ഉദാത്ത മാതൃകയാണ് ഇന്ന് തിരുവോണ നാളിൽ ഈ പ്രകൃതി ദുരന്തം അനുഭവിക്കുന്ന, ഈ മഹാമാരി അനുഭവിക്കുന്ന കേരളീയർക്ക് അവരുടെ കൈത്താങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും അധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളത് വാക്സിനേഷനാണ്. ആ വാക്സിനേഷൻ നടത്തുക എന്നുള്ളത് 5000-ഓളം വാക്സിൻ വിവിധ കേന്ദ്രങ്ങളിലായി MESന്റെ നേതൃത്വത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിന് സന്നദ്ധ പ്രവർത്തകരായി MESന്റെ സാരഥികൾ ഇവിടെയുണ്ട്. പ്രസിഡന്റും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ഇന്നിവിടെ സന്നിഹിതരാണ്. സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷനായിരുന്നു. MES സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ജില്ലയിൽ യൂത്ത് വിങ്ങിൻ്റെയും കൂടി സഹകരണത്തോടു കൂടി ഏകദേശം 5000-ഓളം വാക്സിനാണ് MESന്റെ നേതൃത്വത്തിൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ നൽകപ്പെടുന്നത്. വ്യത്യസ്ത സെൻറ്ററുകളിലായി വ്യത്യസ്ത കൗണ്ടറുകളിലൂടെ 5000 വാക്സിനാണ് ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ MES സെൻട്രൽ സ്കൂൾ തിരൂരിൽ വെച്ച് ഇന്ന് 500 വാക്സിനേഷൻ കൊടുക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി കൈനിക്കര ഷാഫി ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഷെരീഫ്, ട്രഷറർ PA റഷീദ്, താലൂക്ക് സെക്രട്ടറി കൈനിക്കര ജലീൽ, KK റസാഖ് ഹാജി, ചെറുതോട്ടൽ മമ്മി, സാഗർ അബ്ദുള്ള, PS സലാം, യൂത്ത് വിംഗ് ഭാരവാഹികൾ, സ്കൂൾ സ്റ്റാഫ്, സന്നദ്ധ പ്രവർത്തകർ, ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. തിരു എക്സ്പ്രസ് മാളിലെ വേറിട്ട ഓണാഘോഷ പരിപാടികൾ കസ്റ്റമേഴ്സിന് വിസ്മയ കാഴ്ചയൊരുക്കി. ആഘോഷ പരിപാടികൾ കുർക്കുളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. MLA ചെണ്ടകുട്ടി ആഘോഷ പരിപാടികളിൽ പങ്കാളിയായി. തിരു എക്സ്പ്രസ് മാളിൽ 3 ദിവസം നീളുന്ന ഓണപ്പൂക്കള മത്സരത്തിന് സമാപന ദിവസമായ ഉത്രാട ദിനത്തിൽ മാവേലിയും ചെണ്ടവാദ്യക്കാരും കസ്റ്റമേഴ്സിനെ വരവേറ്റു. പായസ വിതരണവും ഫോട്ടോ സെഷനും കസ്റ്റമേഴ്സിന് കൗതുക കാഴ്ചയായി. തീർത്തും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടത്തിയ പരിപാടിയിൽ മാവേലിക്കും വാദ്യക്കാർക്കും MLA കുർക്കോളി മൊയ്തീൻ മെമന്റോ വിതരണം ചെയ്തു. നമ്മുടെ എക്സ്പ്രസ് മാൾ ഈ പൊന്നോണത്തോടനുബന്ധിച്ച് നടത്തിയ പൂക്കള മത്സരം അനുബന്ധ പരിപാടികളും വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓണം സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശമാണ് വിളിച്ചു പറയുന്നത്. കൊറോണ മഹാരോഗത്തിൻ്റെ ദുരിതത്തിലാണ് നമ്മളെല്ലാവരും. മലയാളക്കര വിധിജനകമായ രീതിയിൽ കൊറോണ പടർന്നു പിടിച്ച് പ്രയാസപ്പെടുന്നൊരു സന്ദർഭത്തിനിടയ്ക്ക് വന്ന ഈ കൊറോണ നമ്മുടെ സന്തോഷത്തിൻ്റേതാക്കി മാറ്റുന്നു. കൊറോണയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മുടെ ശരീരങ്ങൾ അകലം പാലിക്കണമെന്നാണ് നിബന്ധന. എന്നാൽ
ശരീരങ്ങൾ അകലം പാലിക്കുന്നുവെങ്കിലും മനസ്സുകൾ അകലം പാലിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിന് എക്സർസ്മാൾ MD കേരളത്തിൽ ഷാഫി ഹാജി നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കോവിഡ് പ്രതിദിന പരിശോധനയുടെയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 17,106 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 96,481 സാമ്പിളുകൾ പരിശോധിച്ചതിൽ DPR 17.73% ഉയർന്നു. സംസ്ഥാനത്ത് ഇടവേളയ്ക്കു ശേഷം പ്രതിദിന കോവിഡ് രോഗബാധിതരുടെയും പരിശോധനകളുടെയും എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 17,106 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 96,481 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.73% ഉയർന്നു. മലപ്പുറം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 2,558 പേർക്ക് മലപ്പുറത്ത് രോഗം ബാധിച്ചു. 83 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 19,428 ആയി. 16,136 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 838 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 79 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 20,846 പേർ രോഗമുക്തരായി. ഇതോടെ 1,78,462 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 36,05,480 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,92,339 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. 1,901 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി 74 തദ്ദേശ സ്ഥാപനങ്ങളിലായി 414 വാർഡുകളാണ് WIPR 8 മുകളിലുള്ളത്. ഇവിടങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. മലപ്പുറത്ത് തുടർച്ചയായി രോഗബാധിതർ ഉയരുന്നത് ആശങ്കയേറ്റുന്നു. 2,558 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. DPR 23.06% എന്ന ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. 3,577 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,912 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. മലപ്പുറത്ത് രോഗബാധിതരുടെ എണ്ണം കുറവില്ലാതെ തുടരുന്നത് ആശങ്കയേറ്റുന്നുണ്ട്. 2,558 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയർന്ന് 23.06% എന്ന ഉയർന്ന നിരക്കിലെത്തി. 2,491 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 52 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്ത് നിന്നെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 6 പേർക്കും രോഗബാധയുണ്ടായി. 3,577 പേരാണ് ജില്ലയിൽ രോഗമുക്തരായത്. ഇതോടെ ജില്ലയിലെ രോഗമുക്തരുടെ എണ്ണം 4,36,043 ആയി. 79,821 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 31,005 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നു. പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 799 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 379 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 134 പേരും ചികിത്സയിലാണ്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 307 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1,912 പേർ കോവിഡ് ബാധിച്ചു മരിച്ചതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സക്കീന അറിയിച്ചു. താനൂർ മീനടത്തൂർ പ്രദേശത്തു നിന്നും ആദ്യമായി മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ഹസാനയെ മീനടത്തൂർ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ആദരിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA ഉപഹാരം നൽകി. വയനാട് മെഡിക്കൽ കോളേജിൽ നിന്നും ഈ വർഷം MBBS പഠനം പൂർത്തിയാക്കിയ ഹസാനയെയാണ് മീനടത്തൂർ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ആദരിച്ചത്. മീനടത്തൂർ സ്വദേശിയും ഖത്തർ KMCC നേതാവും ടീം തിരൂരിന്റെ പ്രസിഡന്റുമായ ചിറക്കൽ അഷ്റഫിന്റെ മകളാണ് ഹസാന. കുറുക്കുളി മൊയ്തീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. P. അഷ്റഫ് അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ പെൺകുട്ടികൾ ഏറെ മുൻപന്തിയിലെത്തിയെന്നും ഇനിയും ഒരുപാട് പുരോഗതി കൈവരിക്കാനുണ്ടെന്നും കുറുക്കുളി മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. ജനങ്ങളെ സഹായിക്കുക എന്നൊരു താല്പര്യം, ആ സഹായിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടാനാണ്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനാണ് എന്ന ബോധം ജീവിതത്തിൽ ആസക്തി ഉണ്ടാകണം എന്ന് എൻ്റെ കുട്ടിയോട്, നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയിട്ടുള്ള ഈ മിടുക്കിയോട് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ആശംസകളുണ്ട്. ഇത് മറ്റു കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. TP റസാഖ്, T. ജിംഷി, മൊയ്തീൻ മുപ്പൻ, OP ഷിയാബ്, T. ഫൈസൽ, T. സാലി, T. ബഷീർ ഹാജി, VK മുഹമ്മദ് കോയ, P. അനസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തിരൂർ വൈലത്തൂർ മേഖലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കുള്ള പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തിരൂർ വൈലത്തൂർ മേഖലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പച്ചക്കറി കിറ്റിന്റെ വിതരണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കവിത ഹുസൈൻ നിർവഹിച്ചു. നമ്മൾ തിരൂർ മേഖല കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് ചേർന്നുകൊണ്ട് നമ്മൾ താനൂർ മേഖലയിലേക്ക് വിഭജിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊക്കെ താനൂർ മേഖലയിലേക്ക് പോവുകയാണ്.
അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ നീട്ടി കൊണ്ടുപോയി എല്ലാ മേഖലയിലും സംഘടന എത്തിക്കുക എന്നുള്ളതാണ് സംഘടന ലക്ഷ്യം വഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കണം. താനൂർ മേഖല നല്ലൊരു കമ്മിറ്റിയുടെ മാറണം. അതിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം നമ്മൾ ഈ പായസ് ചലഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ചടങ്ങിൽ സാലി സംഗീത്, അഷ്റഫ് നിഷ, VKM കുഞ്ഞു മുഹമ്മദ്, കോയക്കുട്ടി PKA, ബാബു മേഘന, ആബിദ് സംഗീത്, യാവുട്ടി കുറുപ്പുംപടി, ഗഫൂർ ബ്രൈറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തലക്കെട്ടൂരിൽ ഡ്രീം ലാൻഡ് കൾച്ചറൽ ക്ലബ്ബ് ഓണക്കിറ്റ് വിതരണവും ഓണപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചു. തലക്കെട്ടൂർ ഡ്രീം ലാൻഡ് കൾച്ചറൽ ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത്. മുനീർ PT, ബീരാൻ തലുക്കാട്ടിൽ എന്നിവർ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് സഹീർ കല്ലേത്ത, രക്ഷാധികാരി ഗഫൂർ ഉരോത്തിയിൽ എന്നിവർ നേതൃത്വം നൽകി. മനാഫ്, രാഗിണി കളരിക്കൽ, ഇല്യാസ്, ബഷീർ KK, സക്കീർ, നിഷാദ്, ജസീർ, നിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാമാരിയിലും നിറം മങ്ങാതെ മലയാളി ഓണം ആഘോഷിച്ചു. സമൃദ്ധിയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തിയ തിരുവോണം. കുറഞ്ഞ പലിശയിൽ വായ്പ വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ്. ലക്ഷങ്ങൾ തട്ടിയെടുത്ത് ആഡംബര ജീവിതം നയിച്ച സംഘത്തെ കുടുക്കിയത് ബാംഗ്ലൂരിൽ നിന്ന്. സംഘത്തിന്റെ വലയിൽ വീണ് തട്ടിപ്പിനിരായത് നിരവധി ആളുകൾ. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് സ്പീക്കർ MP രാജേഷ്. മലബാർ കലാപ വാർഷിക അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായി. സംസ്ഥാന ലൈബ്രറി കൗൺസിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കോവിഡ് കേസുകളിൽ കുറവ്. പ്രതിദിന പരിശോധനയുടെയും രോഗികളുടെയും എണ്ണവും കുറഞ്ഞു. 17,106 പേർക്ക് രോഗം. TPR 17.73% ഉയർന്നു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.